ഇതുണ്ടോ നല്ലൊരു മാങ്ങാക്കറി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഹായ്, ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. നല്ലൊരു കറിയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടോ നല്ലൊരു മാങ്ങാക്കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഈ കറി 2-3 ദിവസം കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇരിക്കുന്തോറും വളരെ രുചിയുമായിരിക്കും. വളരെ ചെറിയ സമയം കൊണ്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഈ മാങ്ങാക്കറി. നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നോമ്പ് കാലങ്ങളിലൊക്കെ നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. നമുക്ക് മാങ്ങാക്കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ഒരു 15 മിനിറ്റ് ഉപ്പും മുളകും മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി ഒരു 15 മിനിറ്റ് നമ്മൾ വെക്കണം. പുളി കുറഞ്ഞ മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 15 മിനിറ്റ് ശേഷം തിരുമ്മി വെച്ച ശേഷമാണ് നമ്മളത് കറി വെക്കുന്നത്. അപ്പോൾ ആ മാങ്ങയിലേക്ക് ഉപ്പും മുളകും മഞ്ഞളൊക്കെ നന്നായിട്ട് പിടിച്ച് കുറച്ച് പുളിയൊക്കെ കുറഞ്ഞ് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മളത് നേരത്തെ തന്നെ തിരുമ്മി വെക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റായി തിരുമ്മി വെച്ചിട്ട് നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് സവോള ഇഞ്ചിയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു നമുക്കൊരല്പം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 ചുള വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവോളയാണ്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ തന്നെ ഒരു 5 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് മാത്രമേ മുളക് പൊടി ചേർക്കാവുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നോടും വരെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മാങ്ങയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. മാങ്ങയിൽ നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ ഇട്ട ശേഷം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ചെറിയ തീയിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മൂടി വെക്കുന്ന സമയത്ത് നമ്മൾ മൂടി വെച്ച് നമ്മൾ പാകം ചെയ്യാൻ വെക്കുമ്പോൾ സമയത്ത് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇനി ഒരുപാട് മാങ്ങ വേവാൻ ആവശ്യമില്ല. ചിലർക്കൊക്കെ ഒരുപാട് വെന്തങ്ങ് മയമാണ്ടാവുക മാങ്ങ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ 5 മിനിറ്റൊന്നും ചില മാങ്ങകൾക്ക് വേവ് ഉണ്ടാവില്ല. അപ്പോൾ അവൻ 2-3 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ച ശേഷം നമ്മൾ തുറന്ന് നോക്കിയ ശേഷം അനുസരിച്ചാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നമുക്കൊന്ന് വെന്തോ നോക്കിയ ശേഷം നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞങ്ങൾ 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിലപ്പോൾ ഈ മാങ്ങ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസമാണ് കൂട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് കുറുകി പാകത്തിനാവും. അപ്പോൾ നമ്മുടെ എന്തോരം നമുക്ക് അതിൻ്റെ ആ കുറുകലും നീളമൊക്കെ വേണം. അതിനനുസരിച്ച് വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. ഞങ്ങളിപ്പോൾ 1 കപ്പ് മിച്ചം തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ആ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് ഒരു നുള്ള് ഒരുപാട് കൂടിപ്പോയത് ഗരം മസാല. ഇപ്പം ഗരം മസാല ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട. ഒരു നുള്ളേ ഉള്ളൂ. ഒരു സ്മെല്ലിന് വേണ്ടി മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മാങ്ങാക്കറി ടേസ്റ്റ് വേറെ ആയി പോകും. അതുകൊണ്ട് ഒരു നുള്ള് ഗരം മസാല ഇടാവുള്ളൂ. ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഇടണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ തിളച്ച് കഴിയുമ്പോൾ പിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. കാരണം തേങ്ങ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ തേങ്ങ മിക്സിയിൽ അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞ ശേഷം ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞ ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞു പോവുകയില്ല. അപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴയങ്ങഞ്ഞിക്ക്
ഏറ്റവും കൂടുതൽ ബെസ്റ്റാണ് അല്ലേ മാങ്ങാക്കറി. പിന്നെ അതുപോലെ നമ്മളിപ്പം കറി ഉണ്ടാക്കി ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ കറി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഉച്ചക്കത്തെ ഊണിനാണ് ഈ കറി എടുക്കുവാണെങ്കിൽ അതിനകത്ത് ആ മാങ്ങയുടെ എല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല കുറുകി പാകത്തിന് ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കൂട്ടുമ്പോഴാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പം അന്നേരം തന്നെ കൂട്ടി കഴിയുവാണെങ്കിൽ അതിൻ്റെ അത് യഥാർത്ഥ ടേസ്റ്റ് കിട്ടിയാൽ ഇരിക്കുന്തോറും രുചി കൂടും. ഈ മാങ്ങാക്കറിയുടെ പ്രത്യേകത ഇരിക്കുന്തോറും രുചി കൂടും. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. മാങ്ങയുടെയൊക്കെ സമയമാണെങ്കിൽ നമുക്ക് നോമ്പ് കാലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഇറച്ചി മീനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ പോലും ചോറിന് കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ചെറിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതേ രീതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.